നമ്മൾ ഒരു യമണ്ടൻ ബോംബ് കഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കണ്ണൂരുകാർക്ക് എന്താണ് പറയാനുണ്ടാവുക? ഇതൊക്കെ അവർ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞോ എന്ന് ചിന്തിച്ചു. ഷൈജു സുബീഷും രക്തസാക്ഷികളാണെന്നാണ് CPIM പറയുന്നത്. ഇരുവർക്കും പാർട്ടി സ്മാരക മന്ദിരം പണിയേണ്ടതുണ്ടോ? അതിന് ഉത്തരം പറയേണ്ടത് കണ്ണൂരിലെ ജനങ്ങളാണ്. അവരുടെ വാക്കുകൾ കേൾക്കാം ഇനി. ഒന്നും അറിയില്ല, ചോദിക്കാൻ ഒന്നും അറിയില്ല. ഇപ്പം പറഞ്ഞില്ല. കമ്പനീൻ്റെ മീറ്റിംഗ് ഇതിൻ്റെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഇതില്ല. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എനിക്കതിനെ പറ്റി അറിയില്ല, ശരിക്കും അറിയില്ല. ഒന്നും ശരിക്കും അറിയില്ല അതിനെ പറ്റി. ഹലോ, നമ്മളതിനെപ്പറ്റി എന്തുവാണ് പറയണ്ടേ? നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാനൊന്നും അറിയില്ല. അതാണ് ഉപരാഷ്ട്രത്തിൽ അല്ലല്ല, അതുകൊണ്ടൊന്നുമല്ല. നമ്മളതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നമ്മുടെ രാഷ്ട്രീയത്തിലേ ഇല്ലാത്ത ടീമാണ്, പിന്നെയല്ലേ രാഷ്ട്രീയം പറയുന്നത്. ഒരു അഭിപ്രായമില്ല ഇത്, എനിക്കൊരു അഭിപ്രായമില്ല ഇത്. ബോംബ് രാഷ്ട്രീയം പണ്ട് മുതലേ കണ്ണൂരുണ്ട്. അത് പിന്നെ അവർ ഇപ്പം ഒരു എടുത്ത് കാട്ടുന്നതാണ്. ഇപ്പോൾ ഒരു ബോംബ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കണം. ബോംബ് രാഷ്ട്രീയം ഒന്നും ഇനി വേണ്ടപ്പാ. ഒരു കാരണവശാലും യോജിപ്പില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബോംബ്? എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? നന്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ. ആർക്കെങ്കിലും എതിരെ പ്രയോഗിക്കാൻ വേണ്ടിയല്ലേ? അല്ല, ഇന്ന ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ സ്മാരകം പണിയാൻ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്മാരകം പണിയാൻ എല്ലാവരുടെ ഓരോ അണിയുടെ കയ്യിൽ ഓരോ ബോംബ് കൊടുത്തിട്ട് പൊടിച്ചിട്ട് സാധനം പണിയുണ്ട്. ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല കണ്ണൂരിലെ ഈ കൊലയാളികളെ സംരക്ഷിക്കുന്ന നയം. തിരുത്തപ്പെടേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞു. പുതിയ തലമുറ ഒന്നും അത് അംഗീകരിക്കുകയില്ല. കാലം മാറി. അത് CPM ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. ഒരുപാട് പറയാനുണ്ട്, പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷേ ആരും പേടിച്ചിട്ട് പറയില്ല. ജീവിക്കണ്ടേ? നമ്മൾ നാട്ടിലേക്ക് ഇനി ഇതും കഴിഞ്ഞിട്ട് വീട്ടിലേക്കല്ലേ പോകേണ്ടത്? അത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ പതിവല്ലേ. ബോംബ് ഉണ്ടാക്കുന്നവർക്ക് സ്മാരകം ഉണ്ടാവും. അത് നമ്മളെ യാഥാർത്ഥ്യം പറയേണ്ടിയില്ലല്ലോ. കണ്ണൂരത്തെ സ്ഥിതി നമുക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല. പറയേണ്ടത് തന്നെ ചെയ്യും. നമുക്ക് ഏതാനും കാരണം ഈ നാട്ടം കൊണ്ട് യാതൊരു രക്ഷയില്ല. അങ്ങനെയായി നമ്മൾ. ആർക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഒന്നിനും പറയാതിരിക്കുന്നേ നല്ലത്. പറഞ്ഞാലല്ലേ ഇടങ്ങാറുള്ളൂ. ഇതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നുവെച്ചാൽ രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ജീവിതം ബൈമുട്ടുന്ന നടക്കുന്നത്. അതുകൊണ്ട് അത് രാഷ്ട്രീയക്കാരെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് എനിക്കൊന്നും അറിയില്ല സാർ. എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എനിക്കൊന്നും അറിയില്ല. ശരിയല്ലാത്ത രീതിയാണ്. ഏത് പാർട്ടിക്കാരായാലും അതൊരു ശരിയല്ലാത്ത രീതിയാണ്. അത് മറ്റുള്ളവർക്കൊരു ഉപദ്രവം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു അത് പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടാണ്. അത് എല്ലായിടത്തും ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു മറ്റൊരു രീതിയിൽ കാണും. അങ്ങനെയുള്ള പല ഇതാണ് ബുദ്ധിമുട്ടില്ല. ഇപ്പം ഞാനും നാളെ ബുദ്ധിമുട്ടായിക്കൂടാന്നില്ല കേട്ടോ. രാജ്യദ്രോഹികളെന്ന് എൻ്റെ അഭിപ്രായം. പറയുന്നുണ്ട്. അതെ, ഒരുക്കി നൽകുന്നത് അതിനെക്കാട്ടിയും വിഡ്ഢികളായ കൂട്ട് ചെയ്യുന്നു.